പണ്ട് പണ്ട് ഒരു കരിങ്കാക്ക ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. കാക്കയെ ആ ഗ്രാമത്തിലുള്ളവർ ദുശ്ശകുനമായി കരുതി അവർ അവനെ കല്ലു വലിച്ചെറിഞ്ഞ് ഓടിച്ചു പോന്നു. വീടുകളിലും പറമ്പുകളിലും പ്രവേശനമില്ലാതായ കാക്ക അവസാനം ഒരു തടാകക്കരയിലെ മരത്തിൽ ചേക്കേറി താമസം തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ തടാകത്തിൽ മനോഹരമായ രണ്ടരയന്നങ്ങൾ നീന്തി കളിക്കുന്നത് കാക്ക കണ്ടു. അവൻ ആദ്യമായാണ് അരയന്നങ്ങളെ കാണുന്നത്. ഹായ്, എത്ര മനോഹരമായ പക്ഷികൾ! എന്തൊരു വെളുത്ത നിറം! ഈ തടാകത്തിലെ വെള്ളത്തിൽ കുളിച്ചിട്ടാവണം ഇവയൊക്കെ വെളുത്തത്. എനിക്കും അതുപോലെ ഒരു വെള്ള പക്ഷിയാകണം. അപ്പോൾ ഗ്രാമവാസികൾ എന്നെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും. കാക്ക ചിന്തിച്ചു. അരയന്നങ്ങൾ പറന്നുപോയ ഉടൻ തന്നെ കാക്ക തടാകജലത്തിലിറങ്ങി. ചിറകടിച്ച് വിശദമായ കുളിയും തുടങ്ങി. മണിക്കൂറുകളല്ല, ദിവസങ്ങൾ നീണ്ടുനിന്ന കുളി. വെളുത്തിട്ട് തന്നെ കാര്യം. പക്ഷേ കാക്കയുണ്ടോ വെളുക്കുന്നു? എങ്കിലും പിന്മാറാൻ കാക്ക തയ്യാറായില്ലായിരുന്നു. നിരന്തരമായ ഈ കുളിയജ്ഞം മൂലം കാക്ക വല്ലാതെ ക്ഷീണിതനും അവശനുമായി. പറക്കാൻ വയ്യാതെയായി. ഒരു ദിവസം കുളിക്കുന്നതിനിടയിൽ തടാകത്തിൽ വീണ കാക്ക അവിടെ കിടന്ന് പിടഞ്ഞു ചത്തു. സൗന്ദര്യമെന്നാൽ വെളുപ്പെന്നല്ല അർത്ഥം. അസാധ്യമായ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ട് ഒന്നും നേടില്ല.